ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നമ്മുടെ ഗാർഡൻ ഒന്ന് കണ്ടാലോ. അപ്പോൾ എനിക്കൊരു ചെറിയ വെജിറ്റബിൾ ഗാർഡൻ ഉണ്ട്. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, കാനഡയിൽ ഇവിടെ ഒരു 4 മന്ത്സാണ് യൂഷ്വലി നമുക്കൊരു സമ്മർ കിട്ടുന്നത്. അപ്പം നമുക്ക് ആ ഒരു 4 മന്ത്സിൽ വിളവെടുക്കാത്തക്കോണമുള്ള വെജിറ്റബിളൊക്കെയാണ് നമ്മൾ വെക്കുന്നത്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഇലവർഗ്ഗങ്ങളൊക്കെയാണ് നമുക്ക്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പം ഇച്ചിരി ചീരയൊക്കെ നമുക്ക് ചീര, ബ്രോക്കോളി അങ്ങനെയൊക്കെയുള്ളതാണ് നമ്മൾ വെക്കുന്നത്. അപ്പം എൻ്റെ ഗാർഡനിങ് ഒന്ന് കണ്ടാലോ. അപ്പം നമ്മുടെ പച്ചമുളകുണ്ട്. അപ്പോൾ പച്ചമുളക് കണ്ടോ, അതിലുണ്ടായി നിൽക്കുന്നുണ്ട്. അതും പച്ചമുളകാണ്. ബ്രോക്കോളി ഉണ്ട്. ഇത് നമ്മുടെ പച്ച ചീരയാണ്, നമ്മുടെ നാട്ടിലെ പച്ച കളറിലെ ചീരയാണ്. ഇതും കെയിലെന്ന് പറയും. നമ്മുടെ ചീര പോലെ തന്നെ തോരൻ വെക്കാവുന്ന ഒരു സാധനമാണ്. ഇത് ബ്രോക്കോളി, അതുണ്ടായി വരുന്നതേ ഉള്ളൂ. ഇതും ബ്രോക്കോളിയാണ്. പച്ചമുളക് നല്ലതായിട്ട് പിടിച്ച് വരുന്നുണ്ട്. എല്ലായിടവും പച്ചമുളക് ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കറിവേപ്പ് ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. ഇതൊക്കെ ചീരയുടെ ഇത് കണ്ടോ, പച്ചച്ചീരകളാണ്. ഇവിടെ ഈ പച്ചച്ചീര കിട്ടും. ചുമന്ന ചീര അങ്ങനെ നമുക്ക് എവിടെ നിന്നെങ്കിലും നാട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ട് തന്നാലേ ഉള്ളൂ. പച്ചച്ചീര ഇവിടെ ഈ ജമൈക്കൻ സ്പീനച്ച് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് നമുക്ക് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലതാണ് തോരൻ വെക്കാനായിട്ട്. കായ് എൻ്റെ പുറകിനുണ്ട്. ഞാൻ എവിടെ പോയാലും കായ് പുറകിന് വരും. ഈ സാധനം ഉണ്ടല്ലോ, ഇത് നമ്മുടെ ഈ പടന്ന് കയറുന്നത്, ഇത് എന്തുവാണെന്നറിയാമോ, ലോക്കി എന്ന് പറയുന്ന ആ സാധനമാണ്. അത് പടന്ന് കയറി മുകളിലോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഫെൻസേക്കടെ അതിലുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. അതിൽ മുട്ടൊക്കെ ഇട്ട് വരുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ചീര. അതേ മല്ലിയിലയുണ്ട്. പിന്നെ ഇതും കെയിലാണ്. ഇത് ഒരു മത്തയുടെ ഒരു ഇല ഇട്ടതാണ്, അരി ഇട്ടതാണ്. എന്തോ ആ കിളുത്ത് വരുന്നതെന്ന് അറിയത്തില്ല. മത്ത പോലെ ഇരിക്കുന്നു. പിന്നെ അത് ഇവിടെ നമുക്ക് ഇച്ചിരി മത്തയുടെ ഇല അത് കിളുത്ത് വരുന്നുണ്ട്. പിന്നെ അതേ നമുക്കിത് കുക്കുംബറാണ് കേട്ടോ. അതേ ഒരു കുക്കുംബർ ഉണ്ടായി കിടക്കുന്നത് കണ്ടോ. അത് നീളമുള്ള ഇംഗ്ലീഷ് കുക്കുംബറാണ് കേട്ടോ. നല്ലതായിട്ട് അത് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇവിടെ ടൊമാറ്റോ ഇച്ചിരി ഉണ്ടായി വരുന്നുണ്ട്. എല്ലാം ചെറുതായിട്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ. ടൊമാറ്റോ ഒക്കെ ഇത്രയായിട്ട് വരുന്നതേ ഉള്ളൂ. എല്ലാം പൂവൊക്കെ ഇട്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ. എല്ലാം ഇങ്ങനെ ചട്ടിയിലൊക്കെയാണ് വെച്ചിരിക്കുന്നത്. കാരണം അല്ലെങ്കിൽ പിന്നെ നമുക്കത് ഒത്തിരി പുല്ലുണ്ടാവും. ഈ പുല്ലെല്ലാം പറിച്ച് കളയാൻ വലിയ പാടാണ്. അപ്പം നമ്മൾ ചട്ടിയിലൊക്കെയാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പം എൻ്റെ വീടിൻ്റെ സൈഡിലുള്ള ഒരു ഗാർഡനാണ് കേട്ടോ. ഞാൻ ഇച്ചിരി സ്ഥലം എടുത്തിട്ട് അവിടെ ചെയ്യാവുന്നത്രയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ പാവൽ കിളുത്ത് വരുന്നുണ്ട്. പാവലയിൽ പാവയ്ക്ക ഉണ്ടായി, ചെറുതായിട്ടുണ്ടായി വരുന്നുണ്ട്. പിന്നെ മുളകുണ്ട്. ഒരു മുളകുണ്ടായി വരുന്നുണ്ടോ, ഇതിനകത്തിലൊരു മുളകുണ്ടോ. ഇതൊരു വേറെ ഒരു ടൈപ്പിലെ ബാജി ഉണ്ടാക്കുന്ന മുളകാണ്. പിന്നെ എനിക്ക് 2-3 ചുവന്ന ചീരയൊക്കെ എനിക്ക് ആൾക്കാർ തന്നതാണ് കേട്ടോ. അത് ഞാൻ നട്ടു വെച്ചിരിക്കുകയാണ്. ഈ ചുവന്ന ചീര ഇവിടെ മാത്രമേ, ഇവിടെ എങ്ങും കടകളിൽ കിട്ടുകാറില്ല കേട്ടോ. നമുക്കിങ്ങനെ ആരെങ്കിലും തരുമ്പോൾ നമ്മളൊന്നീ നടും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉള്ളവരുണ്ട്, അവർക്ക് ഇങ്ങനെ തരുന്നതാണ്. എല്ലാ വർഷവും അവർ വിത്ത് വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിവിടെ കുറച്ച് കൊണ്ടുവന്ന് നട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പുള്ളിക്ക് എല്ലായിടം എന്താ ചെയ്യുന്നതെന്ന് എല്ലായിടം മണപ്പിച്ച് നോക്കണം. പുള്ളി ഇങ്ങനെ എൻ്റെ പുറകിന് നടക്കുവാണ്. പിന്നെ അതേ നമ്മുടെ ഇതുണ്ട് കേട്ടോ, ബീൻസ് ഉണ്ടായി വരുന്നുണ്ട്. അപ്പം ഇത് കണ്ടോ, അതിനകത്ത് കയറി റിസർച്ചിന് പോയേക്കുന്ന ഒരാളെ കണ്ടോ, കൈകം ഔട്ട്. അപ്പം ഇതൊക്കെയാണ് കേട്ടോ. ഇതിന് ഞാനൊരു ചെറിയ പന്തലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം മുകളിലോട്ട് കയറി വരുന്നുണ്ട്. കിളിക്കും ഉണ്ടാവുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ഇവിടെ ഒരു മൂട് പയറും ഉണ്ട്, അതും ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ചെറിയ ഗാർഡൻ കേട്ടോ. നമ്മളൊരു ഒത്തിരിയൊന്നും, ഒരു ചെറിയ തോരനുള്ള നമുക്ക് കിട്ടുവാണെങ്കിൽ വളരെ സന്തോഷമാണ്. ഒരു ദിവസം ഒരു തോരന്, പിന്നെ ലൈക്ക് ഒരു സൂപ്പൊക്കെ വെക്കുമ്പോൾ ഇച്ചിരി സ്പിനച്ച്, ഇച്ചിരി ബീൻസൊക്കെ പറിച്ചങ്ങോട്ട് ഇടുക എന്ന് പറയുന്ന ഒരു വലിയൊരു സന്തോഷമാണ്. അതുകൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് കേട്ടോ. എനിക്കങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ടൊന്നും ഒത്തിരി ചെയ്യാനൊന്നും അറിയത്തില്ല. എന്നാലും ഞാനിങ്ങനെ എനിക്കറിയാവുന്നത്രയൊക്കെ നട്ടുവെക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വെജിറ്റബിൾ ഗാർഡൻ കേട്ടോ. നിങ്ങളുടെയൊക്കെ ഗാർഡൻ ഒന്ന് കാണിക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ. ഇനി വേറെ വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ അതും പറയണേ. അത് എൻ്റെ ചീരയൊക്കെ കട്ട് ചെയ്യാറായി. ഇനി നാളെ ഇത് കട്ട് ചെയ്തിട്ട് തോരൻ വെക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ കേട്ടോ.